തെലങ്കാന നാഗർകുണ്ണൂർ ടണൽ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരാഖണ്ഡ് ടണൽ ദുരന്തമുണ്ടായപ്പോഴും രക്ഷാദൗത്യം നടത്തിയ സംഘം ഇപ്പോൾ നാഗർകുണ്ണൂരിൽ എത്തിക്കഴിഞ്ഞു. എങ്കിലും രക്ഷാദൗത്യം വളരെ ദുഷ്കരമെന്നാണ് തെലങ്കാന മന്ത്രി ജൂപ്പള്ളി കൃഷ്ണറാവു പറഞ്ഞത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുകയാണ്. അരുൺ, ശരിക്കും അതിനകത്തുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ അടഞ്ഞു എന്ന രീതിയിലാണോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? SKN ഈ അപകടം നടന്ന് 54 മണിക്കൂർ പിന്നിട്ടു. 8 പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ദൗത്യ സംഘം 40 മീറ്റർ അടുത്ത്, അതായത് ഈ അപകടം നടന്നതിൽ 40 മീറ്റർ അടുത്ത് അവരെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം ദുഷ്കരമാണ് ഈ ദൗത്യം. അവർക്ക് മുന്നിലുള്ളത് വലിയ കടമ്പയാണ്. കാരണം അത് വലിയ, അതായത് ടണലിൻ്റെ റൂഫിംഗ് ഭാഗം പൂർണ്ണമായും തന്നെ തകർന്നു വീണിട്ടുണ്ട്. അവിടെ ആ തടസ്സങ്ങൾ പൂർണ്ണമായും മാറ്റി അത് നീക്കം ചെയ്താൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ ദൗത്യം വളരെ പതിയാണ് നടക്കുന്നതെന്നാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറയുന്നത്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട് അത് നീക്കം ചെയ്യുക എന്നുള്ളത്. സമാന്തരമായി തന്നെ മറ്റ് ചില സാധ്യതകൾ കൂടി ഇപ്പോൾ ദൗത്യസംഘം പരിശോധിക്കുന്നത്. അതിനാണ് ഈ റോബോട്ടിക് ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ച് ഇതിനപ്പുറം ഇവരുള്ളവരെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരം സാങ്കേതികമായിട്ടുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. എന്തായാലും തെലങ്കാന സർക്കാർ അറിയിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും അതിനായി ഉത്തരാഖണ്ഡിൽ ഇത്തരം ദുരന്തമുഖങ്ങളിൽ ഈ ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള റൈറ്റ് മൈനേഴ്സ് ഉൾപ്പെടെയുള്ള സംഘത്തിനെ അവിടെ എത്തിച്ചിട്ടുണ്ട്. നാവികസേന ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. NDRFിൻ്റെയും SDRFിൻ്റെയും വിദഗ്ധ സംഘം, ഡോഗ് സ്ക്വാഡ്, NDRFിൻ്റെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴും ഇതിൽ ദുഷ്കരമായി നിലനിൽക്കുന്നത് ഈ 40 മീറ്റർ അടുത്തെത്തിയെങ്കിലും അവർക്ക് മുന്നിലുള്ള നിലവിൽ ഉള്ള തടസ്സം, അതായത് വലിയ ബോറിംഗ് മെഷീൻ്റെ അവശിഷ്ടങ്ങൾ, കല്ലുകൾ, വലിയ, അതായത് ഈ ടണലിനെ തന്നെ മൂടുന്ന തരത്തിലുള്ള ചെളി, കല്ല്, മണ്ണ് ഉൾപ്പെടെയുണ്ട്. ഇതൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ അതിൽ മുന്നോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അല്പം മുമ്പ് തെലങ്കാന ജലസേചന വകുപ്പ് മന്ത്രി ഉത്തം കുമാർ റെഡ്ഡി അവിടെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതിപ്പോഴൊന്നും പറയാൻ സാധിക്കില്ല, ഉറപ്പിച്ചു പറയാൻ, അവരെ ജീവനോടെ സുരക്ഷിതമായി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് അതിന് ഉറപ്പ് പറയാൻ സാധിക്കില്ല അത് തന്നെയാണ് പറഞ്ഞത്. അത് നമുക്ക് മന്ത്രിയുടെ വാക്കുകൾ തന്നെ വ്യക്തമാണ്. ഒരുപക്ഷെ 54 മണിക്കൂർ കഴിഞ്ഞു. കൃത്യമായി എല്ലാ സമയത്തും ഓക്സിജൻ നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളിലും ഉണ്ട്. പക്ഷേ ഇവർക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഈ ബോധക്ഷയം സംഭവിച്ചു, അല്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് കാരണം ഇതുവരെ അവരോട് ഒരു കമ്മ്യൂണിക്കേഷനും സാധിച്ചിട്ടില്ല. അതിന് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി, അവരുടെ പേരുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അതിനൊന്നും റിയാക്ഷൻ ഇല്ല. മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ അത് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി, അവർ നിൽക്കുന്ന കൃത്യമായ പോയിന്റ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തി വരികയാണ്. പക്ഷേ ഇതുവരെ നിരാശയാണ് ഫലം. പരമാവധി ശ്രമം നടത്തണം. അതിനിടയിൽ ഈ ജീവനോടെ ഉണ്ടാവുന്ന സംശയം എന്നൊക്കെ ഒരു മന്ത്രി ഇപ്പൊ പറയുന്നത് കയറി പറഞ്ഞ ശരിയാണോ അറിയില്ലോ. ലൗഡ് സ്പീക്കറിൽ വിളിക്കും, പേര് വിളിക്കും. അപ്പൊ അവിടെ റിയാക്ഷൻ ഇല്ല എന്നുള്ളതാണ് അവരെ പറ്റി അവർക്ക് എന്ത് സംഭവിച്ചു. അവർക്ക് ജീവൻ പോയി എന്താണെങ്കിലും എന്താണെങ്കിലും ഒരു മന്ത്രി പറയാൻ പാടില്ല.